ചങ്ങായിമാരെ, ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ചിടാൻ പോകുന്നത് ഒരു ADGP ആയ പോലീസുകാരൻ പറഞ്ഞ പച്ചക്ക് പറയുന്ന ജാതി വർഗീയതയുടെ ഒരു വീഡിയോ ആണ്. ആ ADGPയുടെ പേരുണ്ടല്ല ശ്രീജിത്ത് എന്നാണ്. ഈ ചങ്ങായി ഉണ്ടല്ല കുറച്ച് കഴിഞ്ഞാലുണ്ടല്ല നമ്മളെ DGP ആകേണ്ട ആളാണ്. ഇദ്ദേഹം വിദ്യാർത്ഥികളുമായി നടത്തിയ ഒരു ക്ലാസ്സിലുണ്ടല്ല അദ്ദേഹത്തിന്റെ ജാതിയായ നായർ ജാതി ഉണ്ടല്ല ആ ജാതിയെ കുറിച്ച് ഭയങ്കരമായി പൊന്തിച്ചു പറയുകയും അതിന്റെ കൂടെ മറ്റു ജാതിക്കാർ മാത്രമല്ല മറ്റു മതക്കാരുണ്ടല്ല താഴ്ത്തിക്കെട്ടി അവർക്കൊന്നും തറവാടില്ല, നായന്മാർക്ക് മാത്രമേ തറവാടുള്ളൂ, നായന്മാർ മാത്രമാണ് തറവാടികൾ എന്ന രീതിയിലുണ്ടല്ല പച്ച ജാതി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഈ വീഡിയോ കണ്ടപ്പോ സത്യം പറഞ്ഞോട്ടെ ഞാൻ ഞെട്ടിപ്പോയി. ഈ വീഡിയോ ഉള്ള കുറച്ചു കാലം മുന്നേയുള്ള വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നത്. എത്ര കാലം മുന്നേയുള്ള വീഡിയോ ആണെങ്കിലും ഇതുപോലെയൊക്കെ ഒരു പോലീസുകാരന്, അതും ഉന്നതത്തിലിരിക്കുന്ന ഒരു പോലീസുകാരന് ചിന്തിക്കാൻ പറ്റുന്നുള്ളതല്ല ഭയങ്കര അത്ഭുതാട്ടാ. അത്ഭുതം മാത്രമല്ല, അത് ആലോചിക്കുമ്പോൾ എനിക്കല്ല ശരിക്കും പേടി വരെ തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ അദ്ദേഹം ഉണ്ടല്ല വിദ്യാർത്ഥികളോട് പറഞ്ഞ ജാതി വർഗീയ പ്രഭാഷണം ഉണ്ടല്ല അതൊന്ന് കേട്ടിട്ട് വരാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ADGP ശ്രീജിത്തിന്റെ ജാത്യാഭിമാന പ്രഭാഷണം. വിവാദത്തിൽ നായന്മാരാണ് കേരളത്തിലെ പ്രബല സമുദായമെന്നും നായന്മാർക്ക് മാത്രമാണ് തറവാട് ഉള്ളതെന്നുമുള്ള പരാമർശമാണ് കടുത്ത എതിർപ്പിന് കാരണമായത്. ആശാരിമാർക്കും ഈഴവർക്കും മുസ്ലിങ്ങൾക്കും എപ്പോഴാണ് തറവാടുണ്ടായതെന്നും ADGP ചോദിക്കുന്നുണ്ട്. UPSC പരിശീലന ക്ലാസ്സിലാണ് ADGPയുടെ ഈ വിവാദ പ്രഭാഷണം ഉണ്ടായത്. ഇവിടുത്തെ ഡോമിനന്റ് കാസ്റ്റ് ആരാ? അല്ല. എന്താ ഡോമിനന്റ് കാസ്റ്റിന്റെ പിന്നെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? ഡോമിനന്റ് കാസ്റ്റ് മോറിൻ നമ്പർ അല്ല, നായന്മാർ വളരെ കുറച്ചേ ഉള്ളൂ. ഭരണത്തിന്റെ മാത്രമല്ല, അവരുടെ ഏറ്റവും വലിയ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ അവരുടെ രീതികളാണ് ഇതര സമുദായങ്ങൾ പകർത്തുക. ഇതേടെ തറവാട്ടിൽ ആരൊക്കെ ഉണ്ട്? ഇരിക്കും. ഞാൻ ചോദിച്ചതും മറുപടിയും കേട്ടോ. എന്താന്ന്? ഫിദയുടെ തറവാട്ടിൽ ആരൊക്കെ ഉണ്ട്? ഇവിടെ ഫിദയ്ക്ക് എന്നാടോ തറവാട് വന്ന്? ഫിദ ഇസ്ലാമല്ലേ? നിങ്ങൾക്ക് എവിടെയോ തറവാട്? ഇല്ല. ഈ തറവാട് എന്ന് പറഞ്ഞൊരു നായർ കൺസെപ്റ്റാണ്. തറവാട് എന്ന് പറഞ്ഞ വാക്ക് നായരുടെ വാക്കാ. ഇവിടെ നിങ്ങൾക്ക് എല്ലാവരും ഇപ്പൊ തറവാട് എന്ന് പറയും. മനസ്സിലായോ? നമ്പൂരിയാണ് ഡോമിനന്റ് കാസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇല്ലെന്നാ പറയാ, അല്ലെ മനാന്ന് പറയും. ഇപ്പം ആശാരിമാരും പറയും തറവാട് എന്ന് പറയും, ഈഴവന്മാർ പറയും തറവാട് എന്ന് പറയും, ഫിദ പറയുന്നു തറവാടിന്ന്. ഇവിടെ നിങ്ങൾക്ക് ജാതി ഇല്ലാന്നുള്ള അറിയോ? നിങ്ങൾക്ക് പ്രവാചകന് ജാതി ഉണ്ടായിനാ? ഇല്ല. പക്ഷെ ഇവരെന്ത് ചെയ്തെന്നറിയോ? ഇവിടെ ഒരു പ്രത്യേക ജാതിയുടെ ഭാഷകൾ മാത്രം ഉപയോഗിക്കുന്നു, സംജ്ഞകൾ മാത്രം ഉപയോഗിക്കുന്നു. അതാണ് ഡോമിനന്റ് കാസ്റ്റിന്റെ പ്രത്യേകത. അങ്ങനെ ലോകത്ത് മെട്രിയാർക്കൽ രീതിയിൽ ജീവിക്കുന്ന ഒരു സമുദായത്തിനെ ഡോമിനന്റ് കാസ്റ്റ് ആക്കിയിട്ടുള്ള ഒരേ ഒരു ഭൂപ്രദേശം കേരളമാകുന്നു. നിങ്ങൾ കേട്ടില്ല ഇതുപോലെയൊക്കെ സംസാരിക്കാൻ പറ്റില്ല ഒരു പോലീസുകാരന്, ഒരു ADGPക്ക്, അതും അടുത്തായിട്ട് DGP ആകാൻ പറ്റുന്ന ഒരാൾക്ക് പറ്റുമോ? നിങ്ങൾ കേട്ടില്ല ഈ സംഭവം മൊത്തം ഇതുപോലെ സംസാരിക്കാൻ പറ്റില്ല ഒരു പോലീസുകാരന്, ഒരു IPSകാരന്, അതും അടുത്തായിട്ട് DGP ആകാൻ പോകുന്ന ആൾക്ക് എങ്ങനെ സാധിക്കുന്നു? അത് മാത്രമോ അതിന്റെ ഇടയ്ക്കുള്ള ഒരു മുസ്ലിം പെൺകുട്ടി എണീച്ച് നിർത്തിട്ട് നിനക്ക് തറവാടില്ല, നിങ്ങൾ തറവാടികളല്ല എന്നൊക്കെ പറയുമ്പോൾ ആ പെൺകുട്ടി എത്രമാത്രം അപമാനിക്കപ്പെട്ടിട്ടുണ്ടാവും? ആ പെൺകുട്ടി ആ സദസ്സിൽ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും? ഇതൊക്കെ നടന്നത് നമ്മളെ കേരളത്തിലാണോ? എന്നിട്ട് ഇതിനെക്കുറിച്ച് ഒരു ചർച്ചയും ഞാൻ എവിടെയും കേട്ടിട്ടില്ല. ഇതിനൊക്കെ എങ്ങനെയായിരിക്കും മൂപ്പർ ന്യായീകരിച്ചിട്ടുണ്ടാവുക? ഇതൊക്കെ ശരിക്കുണ്ടല്ലോ ഒരു സംഘപരിവാർ മനോബലരാക്കണ്ടല്ല, ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ സംസാരിക്കാൻ പറ്റൂ. ഇതിനു മുന്നേ ഇതുപോലെ 2 DGPമാരുണ്ടല്ല കേരളം കണ്ടിട്ടുണ്ട്, അടിപൊളി DGPമാരാണ്. ഒന്ന് നമ്മളെ സെൻകുമാറും മറ്റേത് ജേക്കബ് തോമസും. അവർ രണ്ടാളും വിരമിച്ചിട്ട് അന്ന് ദിവസം വൈകുന്നേരം നേരിടില്ല കാവി പെയിന്റ് മാറ്റിട്ട് കാവി ട്രൗസർ ഇട്ടിട്ട് നേരിടില്ല സംഘയുടെ ശാഖയിലേക്കാണ് നേരെ പോയത്. ഇദ്ദേഹത്തിന്റെ വർത്താനം കേൾക്കുമ്പോൾ എനിക്ക് അത് തന്നെയാ തോന്നട്ടെ. ഇദ്ദേഹം വിരമിച്ചോണ്ടല്ല ആ കാവി പെയിന്റ് മാറ്റിട്ട് കാവി ട്രൗസർ ഇട്ടിട്ട് നേരിടില്ല ശാഖയിലേക്ക് തന്നെയായിരിക്കും പോക്കുണ്ടാവുക. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമ്മളെ സണ്ണിയം കപ്പിക്കാടുണ്ടല്ല കുറച്ച് കാര്യങ്ങൾ വന്നിട്ട് അതും കൂടി ഒന്ന് കേട്ടിട്ട് വരാം. കേരളത്തിലെ ഏറ്റവും ഹീനമായ, ഏറ്റവും മോശമായ ജാതി അടിമത്തം പേറിയൊരു വിഭാഗമാണ് നായന്മാരെന്നത് അദ്ദേഹം IPSകാരനോ അല്ലെങ്കിൽ IASകാരനോ ആണല്ലോ. അദ്ദേഹം അത് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ തറവാടുകൾ യഥാർത്ഥത്തിൽ എല്ലാ വിഭാഗങ്ങൾക്കിടയിലും ഉണ്ടായിരുന്നു, അത് മറച്ചു വെക്കേണ്ടതില്ല. ഇപ്പോൾ ഈഴവർക്കിടയിൽ ആലുമുട്ടി ചാന്നാനെ പോലുള്ള ആൾക്കാരുണ്ടായിരുന്നു, മുസ്ലിങ്ങൾക്കിടയിൽ വലിയ തറവാടുകൾ, എല്ലാ വിഭാഗങ്ങളും യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു. നായന്മാർക്കിടയിലും അത്രയുമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതല്ലാതെ അവരെല്ലാവരും വലിയ തറവാടുകൾ ജീവിച്ചിരുന്നില്ല. 1860 പണ്ടാരപ്പാട്ട വിളംബരത്തിന് മുമ്പ് ഭൂമി മേടിക്കാൻ അവകാശമില്ലാത്ത വിഭാഗമായിരുന്നു നായന്മാർ. അപ്പോൾ അതുകൊണ്ട് ഇതെന്തോ ചിരപുരാതന കാലം മുതലൊക്കെ ഞങ്ങളൊക്കെ തറവാടികളാണെന്നും ബാക്കിയുള്ളവർക്കാരും അങ്ങനെ ഒരു പാരമ്പര്യം ഇല്ലെന്നും പറഞ്ഞൊരു തരം വളരെ താഴ്ന്ന നിലവാരമുള്ള ഒരു ജാത്യാഭിമാനത്തെയാണ് അദ്ദേഹം കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ഈ വിദ്യാഭ്യാസവും ഈ ജാതിയും തമ്മിലൊരു ബന്ധമാണ് ഇതിൽ പ്രധാനമായും നമ്മൾ കാണേണ്ടത്. ആധുനിക വിദ്യാഭ്യാസം സിദ്ധിച്ചൊരു മനുഷ്യൻ എങ്ങനെയാണ് ഈ ജാത്യാഭിമാനത്തെ പെരുപ്പിച്ചെടുക്കുന്നത് എന്നതിൻ്റെ സംഭവമാണ്.
ഇദ്ദേഹം പറഞ്ഞതുപോലെ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് പോലുണ്ടല്ല ജാതീയത തലയിൽ കൊണ്ടെടുക്കുന്ന ഒരു മനുഷ്യനാണ് ഈ എസ് ശ്രീജിത്ത് എന്ന IPS കാരൻ. അതുകൊണ്ട് നായന്മാർക്ക് മാത്രമാണ് തറവാടുള്ളൂ, നായന്മാർ മാത്രമാണ് തറവാടി എന്ന് വിചാരിക്കുന്ന ആ ADGP എസ് ശ്രീജിത്ത് സാറിനോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്. ഞങ്ങളൊക്കെ തറവാട് എന്ന് വിളിക്കുന്നത് ഞങ്ങൾ പണ്ട് കൂട്ടുകുടുംബം ജീവിച്ച വീടുണ്ടല്ല, ആ വീടിനാണ് നമ്മളൊക്കെ തറവാട് എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള തറവാടുണ്ടല്ല കേരളത്തിലെ എല്ലാ ജാതിക്കാർക്കും, എന്തിന് എല്ലാ മതക്കാർക്കും, മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും എല്ലാവർക്കും ഉണ്ടല്ല, എല്ലാവർക്കും തറവാടുണ്ട്. എല്ലാവർക്കും തറവാടുണ്ട്, എല്ലാവരും ഉണ്ടല്ല, എല്ലാവരും നല്ല തറവാടികളുമാണ്. പക്ഷെ നായന്മാർക്ക് മാത്രമേ തറവാടുള്ളൂ, നായന്മാർ മാത്രമാണ് തറവാടികളും താങ്കൾ പറഞ്ഞത് താങ്കളുടെ മനസ്സിലെ താങ്കളുടെ തലയിലുള്ള ജാതീയതയിലെ ആ ജാതി വർഗീയത മൂലമാണ് താങ്കൾ അങ്ങനെ പറയുന്നത്. കേരളത്തിലെ ഒരു പോലീസുകാരൻ എന്ന രീതിയിലും കേരളത്തിലെ ഒരു IPS കാരൻ എന്ന രീതിയിലുണ്ടല്ല താങ്കൾക്ക് ഇതുണ്ടല്ല ഒരിക്കലും യോജിക്കുന്നതല്ല. താങ്കൾ എന്തോ പെട്ടെന്ന് തോന്നി പറഞ്ഞ കാര്യങ്ങളൊന്നല്ല ഇത്. അതുപോലെ തന്നെ അറിയാതെ പറഞ്ഞ കാര്യങ്ങളുമല്ല. സാറിന്റെ മനസ്സിലുള്ള കാര്യങ്ങളുണ്ടല്ല, ആ മനസ്സിലുള്ള കാര്യങ്ങൾ തന്നെയാണ് സാർ അവിടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെ ജാതിയായ നാരണ്ടല്ല ഇങ്ങനെ പൊക്കി പറയുകയും മറ്റുള്ള ജാതിക്കാരല്ല മോശം പറയുകയും ചെയ്യുമ്പോൾ അവിടെ ഇരുന്ന ഒരുപാട് വിദ്യാർത്ഥികളിലെ പല ജാതിയിലും പല മതത്തിലും പെട്ട വിദ്യാർത്ഥികൾ അവർക്ക് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും. അവരുടെ മനസ്സിൽ അവർക്ക് അപ്പൊ തോന്നി എന്തായിരിക്കും അറിയാം, നായന്മാർ എന്ന വലിയ ടീമും നമ്മളുണ്ടല്ലോ നമ്മളെന്തത് താഴ്ന്ന ടീമാണെന്നായിരിക്കൂലേ ആ കുട്ടിയുടെ മനസ്സിൽ അന്നേരം തോന്നിയിട്ടുണ്ടാവുക. കുറച്ചു കാലം മുന്നേ ഉണ്ടല്ലോ ഞാൻ വേറൊരു കാര്യം കേട്ടിട്ടുണ്ട്. അതെന്താ വെച്ചാൽ നേവിയിലുണ്ടല്ല, നേവിയിൽ ഇവരെ പോലെ ഉന്നത കുലക്കാരുണ്ടല്ല, ഉന്നത കുല ജാതിക്കാർക്ക് മാത്രമേ നേവിയിൽ ജോലി കിട്ടുന്നുള്ളൂ എന്ന്. അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ടീംസിനുണ്ടല്ലോ ആ ടീംസിന് അവിടെ ജോലി കിട്ടാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. ഞാൻ അതുമായി ബന്ധപ്പെട്ട് ചില അന്വേഷണം നടത്തി നോക്കുമ്പോഴല്ല ഞാൻ കണ്ടതെന്നറിയാം, എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും വലിയ ഉദ്യോഗസ്ഥന്മാരല്ല നേവിയിലെ അവർക്കൊക്കെ ഉണ്ടല്ല വാളുണ്ടാവും, പേരിന്റെ ലാസ്റ്റ് ഉണ്ടല്ല വാളുണ്ടാവും. വാളെന്തായിരിക്കും അറിയാം, ഒന്നെങ്കിൽ നായർന്നായിരിക്കും അല്ലെങ്കിൽ മേനോന്നായിരിക്കും. അപ്പൊ എനിക്ക് ഏറെക്കുറെ ഒരു കാര്യം മനസ്സിലായി, നേവിയിലുണ്ടല്ല കുറച്ചെങ്കിലും ഉണ്ടല്ല അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തെ പോലുള്ളവരാണ് കേരള പോലീസിന്റെ ഉന്നത പദവിയിൽ ഇരിക്കുന്നെങ്കിൽ ഇനി അങ്ങോട്ട് നമുക്കുണ്ടല്ല പോലീസുകാർക്കുണ്ടല്ല പേരിന്റെ ലാസ്റ്റ് ഉണ്ടല്ല വാളുള്ള പോലീസുകാരെ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. അതായത് നായരോ അല്ലെങ്കിൽ മേനോനോ അങ്ങനെ എന്തെങ്കിലും വാളുള്ള പോലീസുകാരെ മാത്രമേ നമുക്ക് ഇനി കാണാൻ പറ്റൂ. അപ്പോഴെന്തായാലും ഈ വീഡിയോ ഉണ്ടല്ല കുറച്ച് നേരത്തെയാണ് എന്റെ സുഹൃത്തുണ്ടല്ല എനിക്ക് അയച്ചു തന്നത്. അപ്പൊ ഈ വീഡിയോ കണ്ടപ്പോഴുണ്ടല്ല ഇപ്പോഴെങ്കിലും ഉണ്ടല്ല ഇതിനെതിരെ 2 വർത്താനം പറഞ്ഞെങ്കിൽ എനിക്കുണ്ടല്ല ഉറക്കം കിട്ടൂല. അപ്പൊ തൽക്കാലം നിർത്തുന്നു. എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.